വിജയദശമി. വിദ്യാരംഭം കുറിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ വിജയദശമി ആശംസകൾ. ഈ സുദിനത്തിൽ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ മീനാക്ഷി ടീച്ചർ നമ്മളോട് സംസാരിക്കും. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വരദയും കാമരൂപിണിയുമായ സരസ്വതി ദേവി. എല്ലാ നല്ല പ്രവൃത്തികളുടെയും പ്രചോദനം സരസ്വതി ദേവിയാണ്. മൂലപ്രകൃതിയായ ദേവിയുടെ മൂർത്തിഭേദമാണ് വാഗ്ദേവതയായ സരസ്വതി ദേവി. നവരാത്രി ശരത്കാലത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങളാണ് നവരാത്രി എന്ന് അറിയപ്പെടുന്നത്. കന്നിമാസത്തിലെ അമാവാസിക്ക് ശേഷം പ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങൾ നവരാത്രി ഉത്സവമായാണ് സാധാരണ ആഘോഷിക്കപ്പെടാറുള്ളത്. അനാദികാലം മുതൽ നിലനിന്നു പോരുന്ന ഒരു ആചാരമാണ് നവരാത്രി ആഘോഷം എന്നത്. നവരാത്രി യഥാർത്ഥത്തിൽ ഒരു ഉത്സവം തന്നെയാണ്. ഉത്സവം എന്നാൽ ഉന്നതിയിലേക്കുള്ള പോക്ക് എന്നാണ് അർത്ഥം. ഔന്നത്യത്തിൽ വിരാജിക്കുന്ന ഒരു സമൂഹത്തിന്റെ ചിഹ്നമാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഔന്നത്യം എന്നാൽ ആരോഗ്യം, ധനം, വിദ്യ, ജ്ഞാനം തുടങ്ങിയവയിലുള്ള ഉന്നതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഉയർച്ചയ്ക്കായി നമ്മൾ ചില സാധനകൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. സാധനകൾ അല്ലെങ്കിൽ തപസ് വഴിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഔന്നത്യങ്ങളിൽ എത്തിച്ചേരാനാവും. നമ്മുടെ ചില ദൗർബല്യങ്ങളെ മറികടക്കാനും നമ്മുടെ ആത്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുമായി ചില സാധനാ പദ്ധതികളാണ് പുരാതന കാലം മുതൽ ഋഷിമാർ മുന്നോട്ട് വെച്ചത്. അത്തരത്തിലുള്ള സാധനയും തപസ്സും അനുഷ്ഠിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇത്തരം നവരാത്രി ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിന് നൂതനങ്ങളായ ചില സർഗാത്മക ചിന്തകൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ദിവ്യഗുണശാലികളായിരിക്കണം. അത്തരത്തിലുള്ള ദിവ്യഗുണങ്ങൾ നമ്മൾ ആർജിക്കുന്നത് ഇത്തരം സാധനകളിലൂടെയും തപസ്സിലൂടെയുമാണ്. സരസ്വതിയായ വാണിയെയും ലക്ഷ്മിയെയും സർവ്വവിജയങ്ങളെയും നമ്മളിലേക്ക് സുസ്വാഗതം ചെയ്യുകയാണ് ഈ നവരാത്രി ദിനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നവരാത്രി കാലത്ത് ഏറെ സ്മരിക്കപ്പെടേണ്ടത് ഗുരുപരമ്പരയെ തന്നെയാണ്. ഓരോ വ്യക്തിയിലും ഒളിഞ്ഞിരിക്കുന്ന ആത്മശക്തിയെയും ആശയസമുദ്രത്തെയും പുറത്തെത്തിക്കേണ്ട ഒരു കർത്തവ്യം ഗുരുവിനാണ് ഉള്ളത് എന്ന് ഇത്തരുണത്തിൽ ഞാൻ സ്മരിച്ചു. സംഗീതവും കലയും നൃത്തവും ചിത്രമെഴുത്തും എന്നിങ്ങനെ ഓരോരുത്തരിലും കുടികൊള്ളുന്ന സർഗവൈഭവങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഈ ആരാധനാ രീതിയിൽ നമുക്കും പങ്കാളികളാവാം. എല്ലാവർക്കും സന്തോഷപൂർണമായ നവരാത്രി ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി. നവരാത്രി ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ധ്യാന ശ്ലോകത്തിലൂടെ ദുർഗാദേവിയുടെ 9 ഭാവങ്ങളുടെ ചിത്രീകരണവും മഹിഷാസുര മർദ്ദനത്തോടെ വിജയദശമി ആഘോഷവും വരച്ചു കാട്ടുന്നു. വന്ദേ വാഞ്ഛിതലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാ
വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീ യശസ്വിനി. ദധാനഗരപത്മാഭാ മക്ഷമാലാകമണ്ഡലു ദേവീ പ്രസീദാതു മയി ബ്രഹ്മചാരിണ്യനുത്തമാ. പിണ്ഡജപ്രവരാരൂഢാ ചന്ദ്രകോപാസ്ത്രകൈര്യുധാ പ്രസാദം തനുതേ മൈഹം ചന്ദ്രഖണ്ഡേതി വിശ്രുതാ. സുരാസമ്പൂർണകലശം രുധിരാപ്ലുതമേവ ച ദധാനാ ഹസ്തപത്മഭ്യാം കൂഷ്മാണ്ഡാ ശുഭദാസ്തു മേ. സിംഹാസനഗദാ നിത്യം പത്മാശ്രിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ധമാദാ യശസ്വിനി. ചന്ദ്രഹാസോജ്ജലകരാ ശാർദൂലവരവാഹനാ കാത്യായനീ ശുഭം ദദ്യാ ദേവി ദാനവഘാതിനി. ഏകവേണീ ജപാകർണ പുരാനഗ്നാഖരാസ്ഥിതാ ലംബോഷ്ഠീ കർണികാരകർണീ തൈലാഭ്യക്തശരീരിണീ വാമപാദോലസല്ലോഹ ലതാകണ്ഡകഭൂഷണാ വരധനമുധ്വജാ കൃഷ്ണ കാളരാത്രിർഭയങ്കരീ. ശ്വേതേ വൃഷേ സമാരൂഢാ ശ്വേതാംബരധരാ ശുചിഃ മഹാഗൗരീ ശുഭം ദദ്യാൻ മഹാദേവ പ്രമോദദാ. സിദ്ധഗന്ധർവയക്ഷാദ്യൈ രസുരൈരമരൈരപി സേവ്യമാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങളുടെ കൂട്ടുകാർ മെനഞ്ഞെടുത്ത കലാരൂപങ്ങളിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു.
ആഹാഹാഹാ. എന്റെ ലങ്കാപുരിയിലേക്ക് കടന്നു വരാൻ ഇത്രയും ധൈര്യമോ രാമ? അതെ, നിന്നെ വലിച്ച് എന്റെ സീതാദേവിയെ കൊണ്ടുപോകാണ് വന്നിരിക്കുന്നത്. ഹിം, നിന്റെ ശക്തി നാം ഒന്ന് കാണട്ടെ. യുദ്ധം മുറുകുന്നു. ആ, രാവണന്റെ കഥ കഴിഞ്ഞു. അല്ലയോ സീതാദേവി, നമുക്ക് അയോധ്യയിലേക്ക് പുറപ്പെടാം. അനുജ, ലക്ഷ്മണ, നീയും ഞങ്ങളെ അനുഗമിച്ചാലും.
ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകരും കുറച്ചു കുട്ടികളും ചേർന്ന് നവരാത്രി ദീപം തെളിയിക്കുന്നു. നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ നമസ്തേ ഹരൂപേന്ദ്രധാത്ര്യാദിവന്ദേ നമസ്തേ പ്രസന്നേഷ്ടദാനേകദക്ഷേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. വിധികൃത്തിവാസാരിർവിശ്വമേതത് സൃജത്യത്തിപാദീതി യത്ര പ്രസിദ്ധം കൃപാലോകനാദേവതേ ശക്തിരൂപേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. സ്വയാ മായയാ വ്യാപ്തമേതത് സമസ്തം ധൃതം ലീലയാ ദേവി കുക്ഷ്വൗ ഹി വിശ്വം സ്ഥിതം ബുദ്ധിരൂപേണ സർവത്ര ജന്തോ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. യയാ ഭക്തവർഗാഹി ലക്ഷ്യന്തയേതി त्वयात्र प्रकामं कृपापूर्णदृष्ट्या अतो गीयसे देवी लक्ष्मीरिति त्वं नमस्ते महालक्ष्मि कोलापुरेशि. पुनर्वाक्पडुत्वादिहीना हि मूका नरैस्तैर्निकामं खलु प्रार्थ्यसे यत् निजेष्टाप्तये तश्च मूकाम्बिका त्वं नमस्ते महालक्ष्मि कोलापुरेशि. यदद्वैतरूपात् परब्रह्मणस्त्वं समुत्था पुनर्विश्वलीलोद्यमस्था तदाहुर्जना स्वां हि गौरीं कुमारीं नमस्ते महालक्ष्मि कोलापुरेशि. हरीशादिदेहोत तेजोमय पुरश्चक्रराजाख्यलिङ्गस्वरूपे महायोगिकोलक्षिहृत्पद्मगेः नमस्ते महालक्ष्मि कोलापुरेशि. नमः शङ्खचक्राभयादीष्टहस्ते नमः त्र्यम्बिके गौरि पद्मासनस्थे नमः स्वर्णवर्णे प्रसन्ने शरण्ये नमस्ते महालक्ष्मि कोलापुरेशि. इदं स्तोत्ररत्नम् कृतं सर्वदेवैः हृदि त्वां समाधाय लक्ष्म्याष्टकाय पठे नित्यमेषा व्रजत्याशु लक्ष्मीं सुविद्यां च सत्यं भवत्या प्रसादात्. ഈ സുദിനത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ പ്രധാന അധ്യാപിക അനില ടീച്ചർ നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നു. കുട്ടികൾക്കും അധ്യാപകർക്കും നമസ്തേ. ഇന്ന് വിജയദശമി. 3 ദിവസം നീണ്ടുനിന്ന നവരാത്രി ആഘോഷങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. ആദ്യ ദിവസം സംഗീതത്തിൻ്റെയും 2ാം ദിവസം നൃത്തത്തിൻ്റെയും 3ാം ദിവസം വരയുടെയും മറ്റ് കരകൗശല വസ്തുക്കളുടെയും ആവിഷ്കാരമാണ് ചെയ്തത്. നിങ്ങളെല്ലാവരും ഇന്ന് ആദ്യാക്ഷരം വീണ്ടും കുറിച്ചിരിക്കും. ആദ്യമായിട്ടല്ലെങ്കിലും ഒരു പുതിയ ഉണർവോടെ, പുതിയ തീരുമാനത്തോടെ, പുതിയ സന്തോഷത്തോടെ വീണ്ടും
അരിയിലോ മണലിലോ ഹരിശ്രീ കുറിക്കുമ്പോൾ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് പോകണം എന്ന ആശയും പ്രതീക്ഷയും അതിനുവേണ്ടി പ്രവർത്തിക്കാമെന്ന പ്രതിജ്ഞയും ഒപ്പം എടുത്തിട്ടുണ്ടാവും. അത് നിറവേറ്റലാണ് ഇനിയുള്ള ദിവസങ്ങൾ. നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നതിനെപ്പറ്റി ഒരു ദൃഢനിശ്ചയം ഉണ്ടാവുക. അതിലേക്കുള്ള പാതയിൽ വയ്ക്കുന്ന ഓരോ കാൽവെപ്പും ഉറച്ചതാക്കുക. അതിനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. നല്ല ലക്ഷ്യത്തിലേക്ക്, നല്ല പാതയിലൂടെ മാത്രം സഞ്ചരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. വിജയദശമി ഓരോ പ്രാവശ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്മയുടെ നിലനിൽപ്പാണ്. നമ്മിൽ നന്മയുടെ അംശം എത്രത്തോളം എത്തിച്ചേരണം എന്നതിൻ്റെ ആവശ്യകതയാണ്. അതിലേക്ക് എത്തിച്ചേരാൻ, അതെല്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിജയത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്താൻ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക്, നിങ്ങളുടെ ദൃഢനിശ്ചയത്തിന് നിങ്ങളെ സാധ്യമാക്കട്ടെ. അതിലേക്കായി ഞങ്ങൾ അധ്യാപകർ ഓരോരുത്തരും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ടാവും. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. നന്ദി, നമസ്കാരം.